ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഡിഗ്രിക്കാർക്ക് ബറോഡ ബാങ്കിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട്. ഒട്ടനവധി ഒഴിവുകളാണ് നിങ്ങളെയും കാത്തു നിൽക്കുന്നത്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ബാങ്ക് ഓഫ് ബറോഡ പുതിയ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. വിവിധ ഓഫീസർ തസ്തികയിലേക്കായി 330 ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. അപേക്ഷാ പ്രക്രിയ ജൂലൈ 30 ആരംഭിച്ച് ഓഗസ്റ്റ് 19 അവസാനിക്കുന്നതാണ്. ഓൺലൈൻ വഴിയായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം. ബാങ്ക് ഓഫ് ബറോഡയിൽ 330 ഓഫീസർ റിക്രൂട്ട്മെൻറ്റ്, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ഒഴിവുകൾ. 5 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക. ഇത് പരമാവധി 10 വർഷമായിട്ട് നീട്ടുകയോ അല്ലെങ്കിൽ 60 വയസ്സ് വരെ നീട്ടുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്നത് 22 വയസ്സ് മുതൽ 33 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു അവസരം ലഭിക്കുക. പ്രായം 2025 ഫെബ്രുവരി 1 അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ്. ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലെ 35 വയസ്സ് വരെയും AVPയിൽ 40 വയസ്സ് വരെയും വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നോക്കാം. അപേക്ഷകരിൽ നിന്ന് യോഗ്യതയും എക്സ്പീരിയൻസും പരിഗണിച്ച് ചുരുക്കപ്പട്ടികയും തയ്യാറാക്കുന്നതാണ്. ശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൽ നിന്നായിരിക്കും സെലക്ഷൻ പ്രക്രിയ. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ബിരുദം, BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ PGDM അല്ലെങ്കിൽ MCA PGDCA തുടങ്ങിയവ. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലോ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസർ തസ്തികയിൽ കുറഞ്ഞത് 1 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പരിചയം ആവശ്യമാണ്. 6 മാസത്തിൽ താഴെയുള്ള അനുഭവമോ ക്ലറിക്കൽ റോളുകളിലെ അനുഭവമോ ഇതിനായിട്ട് പരിഗണിക്കുന്നതല്ല. അതുകൂടാതെ നിങ്ങൾ ഏത് സംസ്ഥാനത്താണോ അപേക്ഷിക്കുന്നത് ആ ഒരു സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം ആവശ്യമാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 850 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. SC ST PWBD വിമുക്ത ഭടന്മാർ, വനിതകൾ എന്നിവർക്ക് 175 രൂപ മാത്രമാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം കരിയേഴ്സ് വിഭാഗത്തിൽ നിന്ന് കറന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുക. ശേഷം റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഡെപ്യൂട്ടി മാനേജർ, അസിസ്റ്റന്റ് മാനേജർ ആൻഡ് മോർ എന്ന വിജ്ഞാപനം കണ്ടെത്തി അപ്ലൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതിയ രജിസ്ട്രേഷന് വേണ്ടി മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനോടൊപ്പം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അത് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. താങ്ക്